എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് കടന്നു വരികയാണ്. പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു എന്നുള്ള ബേസിക് വചനത്തെ എടുത്തുകൊണ്ട്, അതുകൂടാതെ അതുമായിട്ട് കണക്റ്റഡ് 83-ാം സങ്കീർത്തനത്തിലെ 10 ജാതീയ കൂട്ടുകെട്ടുകളും അവർ ഇസ്രയേലിനെ തകർക്കാൻ രഹസ്യമായി ഗൂഢാലോചന നടത്തിയ വിഷയങ്ങളും, അത് കഴിഞ്ഞിങ്ങോട്ടുണ്ടായ 1948 മുതൽ ഇങ്ങോട്ടുണ്ടായ യുദ്ധങ്ങളും, അവസാനം ഇപ്പോൾ നടക്കുന്ന അതേ പരമ്പരയിൽപ്പെട്ട 2-3 വർഷമായി നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇതിൻ്റെ മൂല കാരണം എന്താണ്, ഇതിൻ്റെ ബേസ് എന്താണ്, പിശാചിൻ്റെ തന്ത്രവും പിശാചിൻ്റെ ഒരു പ്ലാനും പ്രോഗ്രാമും എന്നുള്ളത് ചിന്തിച്ച് ദാനിയേൽ പ്രവചനത്തിലെ പ്രധാന എല്ലാ അധ്യായങ്ങളും എടുത്ത് അവസാനമാണ് നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വന്നു. അവിടെ സ്പിരിച്വൽ വാറിനെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ 4 എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 17, 18, 19, 20 ചെയ്തു. വീണ്ടും നമ്മൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങളിലേക്കാണ്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. സമുദ്രം എന്താന്നുള്ളത് 1-2 എപ്പിസോഡുകൾ വിവരിച്ചിട്ടുണ്ട്. അത് സമുദ്രമല്ലെന്നും യെശയ്യാവ് 17:12 അയ്യോ അനേകം ജാതികളുടെ മുഴക്കം, അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. ഈ പെരുവെള്ളമെന്നും സമുദ്രമെന്നും കടലെന്നും ഒക്കെ ബൈബിളിൽ വരുന്നിടത്തൊന്നും ആ കടലല്ലെന്നും ഒരു ദുഷ്ടജാതീയ കൂട്ടുകെട്ടാണെന്നും ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പെരുവെള്ളമെന്ന് പറയുന്നത് പൂർണ്ണമായും എതിരായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പല്ല. അവർ ക്രിസ്തു സഭയിൽ തന്നെ ഉള്ള ദുരാചാരമുള്ള വിഗ്രഹാരാധന നടത്തുന്ന കൂട്ടത്തെയാണ് പെരുവെള്ളം എന്ന് പറയുന്നത്. അതേസമയം കടലെന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരല്ല, അവർ മറ്റ് പല വിഭാഗത്തിലും പെട്ടവരാണ്. അവരെ ദൈവസഭയ്ക്കും ഇസ്രയേലിനും യേശുക്രിസ്തുവിനും എതിരായിട്ടുള്ള ഭയങ്കര വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇച്ചിരി ആഴമായിട്ട് ഇതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ കാണിക്കാം. ഈ ഇന്നത്തെ എപ്പിസോഡിലല്ല, ഈ പരമ്പരയിൽ ഞാൻ കാണിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ കടലും പെരുവെള്ളവും. യേശുക്രിസ്തു ഉപമ പറഞ്ഞപ്പോൾ വൻമഴ ചൊരിഞ്ഞു, പെരുവെള്ളം പൊങ്ങി വന്നു എന്നുള്ള പറയുന്നതും മണലിന്മേൽ വീട് പണിതതും പാറമേൽ വീട് പണിതുമായ 2 ഉപമകൾ അവിടെ പറയുന്നുണ്ട്. 2 ഭവനത്തിൻ്റെ പണി. അവിടെ പറയുന്ന പെരുവെള്ളം ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെയുള്ള പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യയാകുന്ന ഗ്രൂപ്പുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വിവരിക്കുന്നുണ്ട്. അവിടേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം. അതേസമയം കടലിന് എന്ന് പറയുന്നത് ക്രിസ്തു സഭയ്ക്കും പഴയ നിയമസഭയാകുന്ന ഇസ്രയേലിനും എതിരായിട്ട് നിൽക്കുന്ന ജാതീയ കൂട്ടുകെട്ടുകളാണ് ഈ കടൽ. എന്നുവെച്ചാൽ ഇവർ ഇരച്ചു വരും ഇസ്രയേലിനോടും ദൈവസഭയോടും, പക്ഷേ ദൈവം അവരെ ശാസിക്കും. യെശയ്യാവ് 57:20 വരുമ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അപ്പം കടൽ എന്താണെന്ന് ഈ 2 വാക്യങ്ങളിൽ നിന്നും ദൈവജനം മനസ്സിലാക്കണം. അതിനെ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ഈ ഉപമകളിലും നിഴലും പൊരുളിലുമൊക്കെ ആ പറയുന്ന പദത്തിനല്ല അർത്ഥം. ഇപ്പോൾ ഭാര്യമാരെന്ന് പറയുന്നിടത്ത് ഭാര്യയല്ല. വ്യഭിചാരമെന്ന് പഴയ നിയമത്തിൽ ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത്, അവൾ ആശ്ചര്യമായി ഇസ്രയേൽ ഒരു പുരുഷനോട് വ്യഭിചാരത്തിന് പോയെന്നല്ല അർത്ഥം, അവർ വിഗ്രഹാരാധനയ്ക്ക് പോയെന്ന അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്ന കടലെന്ന് പറയുന്നത് ദുഷ്ടജാതികളാണ്. അവർ ക്രിസ്തു സഭയിൽപ്പെട്ടവരല്ല. ഇവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഭയ്ക്ക് തന്നെ 3 വിഭാഗങ്ങളുണ്ട്. ക്രിസ്തു സഭയ്ക്ക് തന്നെ. അത് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന നിർമ്മല കന്യക മണവാട്ടി, 2 സ്ത്രീകൾ, 3 മഹാവേശ്യ. ഈ മഹാവേശ്യ എന്ന് പറയുന്നതാണ് വിഗ്രഹാരാധന മുഴുവൻ കൊണ്ടുവന്ന ഇപ്പോൾ ആപ്ലിക്കബിൾ ആക്കിയിരിക്കുന്ന സഭകൾ. എന്നാൽ അതിന് മിഡിലിൽ ചില സഭകളുണ്ട്. നിർമ്മല കന്യകയുമല്ല, എന്നാൽ ഇതിനിടയിൽ കിടന്ന് മിങ്കിളായി കിടക്കുക. അവരാണ് സ്ത്രീകൾ എന്ന പദത്തിൽ, ആ പദത്തിൽ വരുന്നത്. പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു, അവിടെ കടലിനെയാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇവിടെ വരുന്ന മൃഗം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 1-ൽ ദാനിയേൽ കാണുന്നത് സമുദ്രത്തിൽ നിന്നും കയറുന്ന ഒരു മൃഗത്തെ കണ്ടു. അതിന് 10 കൊമ്പുണ്ട്, 7 തലയുണ്ട്, കൊമ്പുകളിൽ 10 രാജമുടിയുമുണ്ട്, തലയിൽ ദൂഷണനാമങ്ങളുമുണ്ട്. 6 വിശേഷണങ്ങൾ അവിടെ ഈ മൃഗത്തിന് കൊടുക്കുന്നുണ്ട്. അതെ, 10 കൊമ്പ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദാനിയേൽ പ്രവചനത്തിൽ പഠിച്ച അവസാന ഭാഗത്തേക്ക് പോകണം. അവിടെ 4 മൃഗങ്ങളെയാണ് കാണുന്നത്. ഒന്നാമത്തേത് സിംഹത്തോട് സാദൃശ്യം, അതായിരുന്നു ബാബിലോണ്യ സാമ്രാജ്യം. BC 606 to 538 വരെയായിരുന്നു ആ കാലഘട്ടം. രണ്ടാമത്തേത് കരടിയോട് സാദൃശ്യം, അത് BC 538 to BC 330 വരെയായിരുന്നു അതിൻ്റെ കാലഘട്ടം. മൂന്നാമത്തേതാണ് പുള്ളിപ്പുലിക്ക് സാദൃശ്യം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചതാണ്. പുള്ളിപ്പുലിക്ക് സാദൃശ്യം അതായിരുന്നു ദി ഗ്രേറ്റ് അലക്സാണ്ടർ, ഫിലിപ്പ് രാജാവിൻ്റെ മകനായ ഗ്രേറ്റ് അലക്സാണ്ടർ. അദ്ദേഹം വന്ന് ഈ ഏരിയ എല്ലാം പിടിച്ചെടുക്കുന്നു. നാലാമത്തെ കണ്ടതാണ് ഘോരവും ഭയങ്കരവുമായ മൃഗം. ദാനിയേൽ 7:7 ആ വാക്യം. ആ മൃഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ നിന്നും മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി, ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായുമുണ്ടായിരുന്നു. അപ്പോൾ ദാനിയേൽ അവിടെ ലാസ്റ്റിൽ കാണുന്ന മൃഗത്തെ കണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് 10 കൊമ്പ് മുളച്ചു വരിക. പിന്നെയും ദാനിയേൽ അപ്പോൾ 10 കൊമ്പിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അതിനകത്ത് നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു, ഒരു ചിന്നക്കൊമ്പ്. ആ കൊമ്പും വലുതായി എന്ന് പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അത് വലുതായപ്പോൾ 3 കൊമ്പുകളെ വീഴിച്ചു കളഞ്ഞു. അപ്പോൾ ഈ 10 കൊമ്പ് നമുക്കിവിടെ കാണാം. അപ്പോൾ വീഴിച്ചു കളഞ്ഞപ്പോൾ ഇവിടെ ഒരു കണക്ക് ഞാൻ പറഞ്ഞിട്ട് പോകട്ടെ. അത് 1-2 എപ്പിസോഡ് കഴിഞ്ഞ് പറയേണ്ടതാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണം. ഈ 10 കൊമ്പുകളിൽ നിന്ന് 3 പേരോട് പറഞ്ഞുപോയി. അപ്പോൾ 7 ആയല്ലോ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 10 കൊമ്പുണ്ടായിരുന്നു. ആ 10 കൊമ്പിൽ നിന്നും ഇടയ്ക്കൊന്ന് ഒന്നുകൂടെ മുളച്ചു വന്നു. അതാണല്ലോ ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോഴത് 11 ആകുന്നു. ഈ 11 ആകുമ്പോൾ 3 പറഞ്ഞു പോകുമ്പോൾ 8 ആകുന്നു. 10 വന്നതിൽ 3 പോയപ്പോൾ 10 വന്ന ഗ്രൂപ്പിലെ 3 അങ്ങ് പോയപ്പോൾ 7 ആയി അവർ. പക്ഷെ മുളച്ചു വന്ന ആൻറ്റി ക്രൈസ്റ്റൂടെ കൂട്ടുമ്പോൾ 8 ആയി. ഇതിനെക്കുറിച്ച് അത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഈ 2 കണക്കും വരുന്നുണ്ട്, 7ഉം 8ഉം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളോട് ഓർപ്പിച്ചു പോകുന്നത്. ഈ സംഭവം ഇങ്ങനെ ദാനിയേലിനെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നീ ഈ പുസ്തകം ഇനിയിപ്പോൾ അടച്ചു വെക്കണം. ഈ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ ജ്ഞാനം കിട്ടും. അപ്പം ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഈ വക സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാതെ ചുമ്മാതെ മതി, ആരാധിച്ചങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കരുത്. പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഈ പുസ്തകം അനേകം വർഷങ്ങൾ മുദ്രയിട്ടു. അങ്ങനെയാണ് യേശുക്രിസ്തു വരുന്നത്. യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ നിയർ അബൌട്ട് AD 90-ൽ ദൈവം തൻ്റെ ദാസനായ യോഹന്നാനെ പത്മോസിലേക്ക് അയക്കുകയാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ ബാക്കി, ഈ 4-ാമത്തെ മൃഗത്തിൻ്റെ ബാക്കി. 10 കൊമ്പ് വരെ കണ്ടു. അതിനിടയിൽ നിന്നൊരു ചിന്നക്കൊമ്പ് മുളച്ചു വന്നു. അപ്പോൾ 3 പേരോട് പറഞ്ഞുപോയി. ഇത്രയും കണ്ടിട്ട് ബാക്കി പിന്നെ അവിടെ കാര്യമായിട്ട് പറയുന്നില്ല. പിന്നുള്ള ബാക്കി സബ്ജക്റ്റ് ദൈവം വെളിപ്പെടുത്തി തരുന്നത് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാനാണ്. അങ്ങനെയാണ്ട് 22 അധ്യായങ്ങളിൽ ഈ അന്ത്യകാല സംഭവങ്ങൾ മുഴുവൻ ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തി കഴിഞ്ഞിട്ട് അതിന് 22-ന്റെ 10-ൽ വരുമ്പോൾ പറയുകയാണ്, നീ യോഹന്നാനെ ഇത് നീ മുദ്രയിടരുത്. കാരണം ഇവരൊക്കെ തൗറാത്ത് പഴയ നിയമം ശരിക്ക് പഠിക്കുന്നവരാ. അപ്പം നീ ഇത് ദാനിയേലിനോട് ഞാൻ പറഞ്ഞ പോലെ പണ്ട് മോശയ്ക്ക് പറ്റിയ പോലെ നിനക്ക് പറ്റരുത്. മോശയോട് ഞാൻ ആദ്യം പറഞ്ഞു പാറയെ അടിക്കാൻ, പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു വടിയെടുത്തുകൊണ്ട് പോകും, പക്ഷേ പാറയോട് കൽപ്പിക്കണം എന്ന് വെച്ചാൽ മോശയ്ക്ക് അവിടെ സംശയമായി, അവൻ അടിച്ചു വീണ്ടും. അതൊരു നിഴലും പൊരുളിൻ്റെയും പ്രശ്നമായിരുന്നു. ആ സംഭവം എൻ്റെ നിഴലും പൊരുളും എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കിടപ്പുണ്ട്.
അവിടെ നിങ്ങൾ നോക്കിയാൽ ആ പാറയെ അടിച്ചതും പാറയോട് കൽപ്പിച്ചതിന് നിഴലും പൊരുളും എന്താണെന്നുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നീ ഇത് മുദ്രയിടരുത്. ദാനിയേലിനോട് ഞാൻ പറഞ്ഞത് അന്ന് ഇത് പ്രകടമാകേണ്ട സമയമായില്ല, എന്നാൽ ഇപ്പോൾ സമയമായിരിക്കുന്നു. സോ നീ ഇത് ഓപ്പൺ ചെയ്യണം, അനേകര് ജ്ഞാനം വർദ്ധിപ്പിക്കണം ഇത് പഠിച്ച്. പക്ഷെ പിശാച് ദൈവത്തിൻ്റെ കൽപ്പനകളെയെല്ലാം ലംഘിപ്പിക്കാനും അനുസരിപ്പിക്കാനും ഇരിക്കാൻ ഉള്ള പരിപാടി ചെയ്യും. ദൈവം തന്നെ ആദം ഹവ്വ മക്കളോട് പറഞ്ഞത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയാനാണ്. പക്ഷെ നിമ്രോദിനെ പിടിച്ചിട്ട് പറഞ്ഞെന്താ? നിമ്രോദ് എന്താ പ്ലാൻ ഇട്ടത്? പിശാചിൻ്റെ തന്ത്രം എന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ ചിതറിപ്പോകാതിരിപ്പാൻ വലിയൊരു ഗോപുരം പണിത് അവിടെ നമുക്കൊരു പ്രതിഷ്ഠ വെച്ച് ഞാൻ ദൈവമായും എൻ്റെ ഭാര്യ സെമീറാമീസ് ദൈവമായും നിങ്ങൾ എൻ്റെ പ്രജകളുമായി ഇരുന്ന് നമ്മൾ ചിതറിപ്പോകാതെ ഒരുമിച്ച് നിൽക്കണം. അതായിരുന്നു ബാബിലോൺ, മൊസൂൾ. അപ്പോൾ അവിടെ നമുക്ക് ചിതറിപ്പോകരുത്. ദൈവം പറഞ്ഞ് ചിതറിപ്പോണമെന്നാണ്. അപ്പം എന്ത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യിക്കുവാനാണ് പിശാചിൻ്റെ ശ്രമം. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പരമ്പരയൊക്കെ പറഞ്ഞ് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ ഇതിൻ്റെ നിഴലായി വരുന്ന ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചും BC 168 വന്ന അന്ത്യോക്കസ് എപ്പിഫാനസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവിടെ ആ സംഭവം ക്ലോസ് ചെയ്തു. പക്ഷേ യേശുക്രിസ്തു വീണ്ടും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, നോ, അത് തീർന്നിട്ടില്ല. എങ്ങനെ? അതിൻ്റെ തെളിവ് പറയുകയാണ്. ഇസ്രയേൽ മക്കളെ ബാബിലോണോട്ട് അയച്ചത് 70 സംവത്സരത്തേക്കാണ്. അങ്ങനെ 70 സംവത്സരത്തിൻ്റെ ഒരു കണക്ക് ദാനിയേൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാസൻ ദൂതൻ വന്നിട്ട് ദാനിയേലിനോട് പറയുന്നത്, ദാനിയേലേ, ഇസ്രയേലിൻ്റെ വിടുതലൊക്കെ ഇവിടെ അടുത്ത്, നിന്റെ മക്കളെ ഇപ്പോൾ ഇവിടുന്ന് വിടുവിക്കുന്ന കാലമൊക്കെ ദൈവം പറഞ്ഞ അടുത്ത്. പക്ഷേ അതിനകത്തൊരു 7x70 എന്ന് പറഞ്ഞാൽ 490 ഒരു കണക്കെടുപ്പുണ്ട്. അത് നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ സംഭവം. അന്ത്യോക്കസ് എപ്പിഫാനസ് നിഴലായിട്ട് BC 168 വന്ന് യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ച് പന്നിയെ യാഗം കഴിച്ച് അതങ്ങ് ക്ലോസ് ചാപ്റ്റർ ആയ പോലൊക്കെ തോന്നുമെങ്കിലും യേശുക്രിസ്തു വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ കണ്ട ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ പറയുന്ന അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളോ ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഈ സംഭവമാണ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന, എന്നാൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ശൂന്യമാകുന്ന മേച്ഛാബിംബം നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ചിന്തിച്ചു കൊള്ളണം. അപ്പോഴാണ് ഞാൻ രാജ്യം സ്ഥാപിച്ചു തരാൻ വരുന്നത്. അതിനോടനുബന്ധിച്ച കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ചാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ ഞാനിതൊന്നുകൂടെ പറയുന്നത്. പലരും എൻ്റെ ക്ലാസ്സിലല്ലേ എന്നോട് പറയും, പാസ്റ്റർ ഇത് മനസ്സിലാക്കാനും ചില കട്ടിയാന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ലളിതമായിട്ടിത് പറഞ്ഞു തരുന്നത്. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്, ഏത് ദേവാലയത്തിൽ? യെരുശലേമിൽ ഇപ്പോൾ ഇല്ലേ ആ ദേവാലയം? അത് AD 70 തീത്തോസ് നശിപ്പിച്ചു കളഞ്ഞു. അവിടെ ഒരു ദേവാലയം പണിയണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ആര്? ഈ ദാനിയേൽ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്ന ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, അവൻ വന്നിട്ടില്ല. അവൻ്റെ വരവിനെ കുറിച്ചാണ് നമുക്ക് ഈ വെളിപ്പെടുത്തിരുന്നത്. 7-ാം വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ വഴിയിൽ നിന്ന് ഒരാൾ തടയുന്നുണ്ട്. അതാരാണെന്ന് ഇതിനു മുൻപുള്ള പല ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നു, അത് പരിശുദ്ധാത്മാവാണ്. കാരണം ഏലയാസർ പോയി റിബേക്കയെ ഒരുക്കി കൊണ്ടുവന്നതുപോലെ ഏലയാസറിന്റെ കൂടെ റിബേക്കയെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെയാണ് ബേർലഹീം രോയിൽ ചെല്ലുമ്പോൾ ഇസഹാക്ക് ഇറങ്ങി വന്ന് ബേർലഹീം രോയി വെച്ച് ഇവർ കൂടിച്ചേരുകയും അവർ വീണ്ടും സാറായുടെ കൂടാരത്തിലേക്കും പോവുകയും ചെയ്തത്.
അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ്, എലയാസറിൻ്റെ പൊരുളായ പരിശുദ്ധാത്മാവ് റിബേക്കയ്ക്ക് പൊരുളാകുന്ന നമ്മൾ പുതിയ നിയമ സഭയുമായി മധ്യാകാശത്തിലേക്ക് പോകുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ കൃത്യമായിട്ട് 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. വഴിയിൽ നിന്ന് തടയുന്നത് ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സഭയുമായി പോയതിന് ശേഷം മാത്രമേ ഇവിടെ ആന്റിക്രൈസ്റ്റ് വരത്തുള്ളൂ. ഇനി 9-ാം വാക്യം കൂടെ ശ്രദ്ധിച്ചോണം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, ചിലർ നശിച്ചു പോകാൻ വേണ്ടി ജനിച്ചിട്ടുണ്ട്. ഈ ദൈവസഭയിൽ വന്നവരും വിശ്വാസത്തിലുള്ളവരും ഒക്കെ ഉണ്ട്. സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതം കൂടെ അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ, അവർക്ക് സത്യ ഉപദേശമൊന്നും പ്രശ്നമല്ല. ദൈവവചനം, ദൈവം എന്തു പറഞ്ഞാലും അത് അനുസരിക്കണം. മോശെ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം, കൽപ്പിക്കാൻ പറഞ്ഞാൽ കൽപ്പിക്കണം. അതങ്ങനല്ല, ഇങ്ങനല്ല, ഞാൻ കണ്ടില്ല, ഞാൻ പണ്ട് കണ്ടിപ്പം കണ്ടില്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ. അതിവിടാണ്. എന്താണ്? അവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. സത്യത്തെ സ്നേഹിച്ചു കൊള്ളായിയാൽ തന്നെ അങ്ങനെ ഭവിക്കും, നശിച്ചു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ദൈവവചനം പഠിക്കുവാൻ. നമ്മൾ ഇവിടെ കണ്ടു, ആന്റി ക്രൈസ്റ്റ് വരണമെങ്കിൽ സഭ ഇവിടുന്ന് വരത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 2 സഭ ഒരിക്കലും ഭൂമിയിൽ ഒരുമിച്ച് നിൽക്കത്തില്ല. അതിൻ്റെ തെളിവാണ് 4-ാമത്തെ ദേവാലയമാകുന്ന ഹേരോദാവിൻ്റെ ദേവാലയ കാലത്ത് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ഇവിടെ പുതിയ നിയമ സഭയുടെ ഒരുക്കം തുടങ്ങി സ്നാനപ്പെട്ട് 33 വയസ്സിവിടെ ജീവിച്ചിട്ട് കാൽവറിയിലെ ക്രൂശിൽ മരിക്കുമ്പോഴാണ് യെരുശലേം ദേവാലയത്തിൻ്റെ 1-ാം തിരശീല, 2-ാം തിരശീലയല്ല. എബ്രായ ലേഖനം 9 വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. 1-ാം വാക്യം 2-ാം വാക്യത്തിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ തിരശീല കീറി, എന്നിട്ട് ദൈവം തൻ്റെ വാസം മനുഷ്യഹൃദയങ്ങളിലേക്ക് മാറ്റി. അതാണ് 1 കൊരിന്ത്യർ 3:16. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. 7:48 കാണാം. അത്യുന്നതൻ കൈപ്പണിയായതിൽ വാസം ചെയ്യൽ. ദി മോസ്റ്റ് ഹൈ ഡസ് നോട്ട് ലീവ് ഹൗസസ് മെയ്ഡ് ബൈ മെൻ. മനുഷ്യനുണ്ടാക്കുന്ന ദേവാലയങ്ങളിലെ വാസം നിർത്തി ദൈവം സൃഷ്ടിച്ച മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വാസം മാറ്റി. അങ്ങനെ ഇവിടെ 5-ാമത്തെ ദേവാലയമാകുന്ന നാമാകുന്ന ദേവാലയം വന്നു. അപ്പോൾ ഒരു സഭ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് AD 70 ഇവരുടെ മന്ദിരവും നശിപ്പിച്ചു കളഞ്ഞു. ഇനിയും ആ മന്ദിരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കണമെങ്കിൽ 5-ാമത്തെ ദേവാലയം ഇവിടുന്ന് എടുക്കപ്പെടണം. മേഘമണ്ഡലമാകുന്ന തിരശീല കീറി 5-ാമത്തെ ദേവാലയം ഇവിടുന്ന് പർദീസയിലേക്ക് എടുക്കപ്പെടുമ്പോൾ അടുത്ത 7 വർഷം, ഇസ്രയേലിനുള്ള 7 വർഷം വരുന്നു. ആ 7 വർഷത്തിലാണ് ആന്റി ക്രൈസ്റ്റിൻ്റെ ഭരണവും ഇവിടെ കയറി വരുന്നത്. ഇത്രയും പറഞ്ഞ് ഞാനിനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഇനിയും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട മൃഗത്തെക്കുറിച്ച് പഠിക്കാം. അതിന് 10 കൊമ്പ്, 7 തല, 10 രാജമുടി, തലയിൽ ദൂഷണനാമം, ഒരു മൃഗം കയറി വരുന്നു. ഈ മൃഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 13:1 ഞാൻ വായിക്കാം. ഇതൊരു പരമ്പരയായതുകൊണ്ട് ഞാൻ ധൃതി പിടിക്കുന്നില്ല. ഈ ക്ലാസ്സുകൾ ഷോർട്ടായിട്ട് ഇടുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് ഈ ക്ലാസ് 1 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ദയവായിട്ട് ആ 1 മണിക്ക് തന്നെ ദൈവമക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ കാണാൻ ശ്രമിക്കണം. എങ്കിലേ ഇനി വ്യൂവേഴ്സ് കൂടി ഇത് അനേകരിലേക്ക് എത്തത്തുള്ളൂ. അതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചയും മാക്സിമം ഞാൻ നിഴലും പൊരുളും എന്നുള്ള ഒരു സബ്ജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും അത് 1 മണിക്കാണ് വരുന്നത്. നമുക്ക് ബൈബിളിലെ നിഴലും പൊരുളുമായിട്ടുള്ളൊരു പഠനമാണ്. മാക്സിമം നിങ്ങളത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. 2-ാം വാക്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും അതിൻ്റെ വായ് സിംഹത്തിൻ്റെ വാ പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഈ മൃഗത്തിന് പുള്ളിപ്പുലിയുടെ സാദൃശ്യമുണ്ട്. ഇതിനെ നോക്കുമ്പം പുള്ളിപ്പുലി പോലെ ഇരിക്കും. 2, ഇതിൻ്റെ നടപ്പ്, കാലൊക്കെ കരടിയുടെ കാൽ പോലെയാണ്. ഇതിൻ്റെ വായ സിംഹത്തിൻ്റെ വായ.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കിട്ടും. ഇതിൻ്റെ ഒരു സ്റ്റാച്ചു UN ഹെഡ്ക്വാർട്ടറിൻ്റെ മുൻപിലുണ്ട്. അതിപ്പോൾ ഞാനിവിടെ പിക്ചർ ഇട്ട് തരാം, നിങ്ങളത് ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മൃഗം UN സ്റ്റാച്ചു ആയിട്ട് വന്നത്? കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നവർ ചിന്തിച്ചോ എന്താ അതിൻ്റെ കാരണമെന്നുള്ളത്. കാരണം ഈ ലോക ദുഷ്ടജാതികൾ കൂടി ഭരിക്കുന്ന ഈ UN അവസാനം ഈ UN കൂടിയായിരിക്കും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ആര്? ഈ മൃഗത്തെ, അല്ലെങ്കിൽ ബീസ്റ്റ്. മൃഗമെന്ന് പറയുന്നത് അതൊരു മൃഗമല്ല, ബീസ്റ്റ് ആണെന്നും, ബീസ്റ്റിൻ്റെ അർത്ഥം ഞാൻ വിട്ടുതരാം. അതൊരു ക്രൂവൽ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ദുഷ്ട മനുഷ്യനായിരിക്കും. നമ്മൾ പല മനുഷ്യരെയും പറയുമല്ലോ അവനൊരു മൃഗമാണെന്ന്. അങ്ങനെയുള്ള വഞ്ചന ചെയ്യുന്ന ഒരു പ്രസിഡന്റോ ഒരു രാജാവ് പോലെയുള്ള ഒരാളാണ് കയറി വരാൻ പോകുന്നത്. അതാണ് ആൻറ്റി ക്രൈസ്റ്റ്. അല്ലാതെ പിശാച് പോലെ കൊമ്പും കാലും കറുത്തതും വെളുത്തതും ഒന്നും അല്ല ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രസിഡന്റ് ആയിരിക്കും. അതിൻ്റെ കാലം അടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൃഗം ഒന്ന് പുള്ളിപ്പുലിയുടെ ശരീരം, 2 കരടിയുടെ കാല് പോലെ കാലുണ്ട്, 3 ഇതിന് സിംഹത്തിൻ്റെ വായുണ്ട്. ആക്ച്വലി ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ 4 മൃഗങ്ങളെ കണ്ടതിലെ 3 മൃഗങ്ങളുടെ ഭാവം, സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം ഇവിടെയുണ്ട്. ഒന്നാമത്തെ സിംഹം, അത് ഈ മൃഗത്തിലുണ്ട്. ഇതിൻ്റെ തലയും വായുമൊക്കെ സിംഹത്തിൻ്റെതാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് പുള്ളിപ്പുലിയാണ്. അതവിടെ ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ പ്രഭാവവും ഇതിലുണ്ടെന്നാണ് ഈ ശരീരഘടന ഇതിനെ കാണിക്കുന്നത്. മൂന്നാമത് കാണിക്കുന്നത് കരടിയാണ്. അത് മാധ്യപർശ്യ സാമ്രാജ്യമായിരുന്നു. അവരുടെ സ്വഭാവവും അവരും ഇതിലുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. 4ാമത്തെ മൃഗമായിരുന്നു റോമാ സാമ്രാജ്യം. ഈ 3-4 സാമ്രാജ്യങ്ങളും വരുമ്പോൾ ഇവരെല്ലാം പിടിച്ചടക്കിയ ഏറിയ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യ മൈനർ, മിഡിൽ ഈസ്റ്റ് ഏരിയകളാണ്. എന്താ അവിടെ നിന്നത്? അതിനപ്പുറത്ത് പിന്നുള്ള രാജ്യങ്ങളാരാ? കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക, ഈ രാജ്യങ്ങളാണ്. മെയിൻ രാജ്യങ്ങൾ കിടക്കുന്ന മെയിൻ ലാൻഡാണ് ഏഷ്യൻ ഭൂഖണ്ഡം. അപ്പം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ദൈവം തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത യെരുശലേമിനെ ബേസ് ചെയ്തായിരുന്നു ഈ സാത്താൻ്റെ വലിയ പ്രവർത്തനം. അതിൻ്റെ 2 സിംഹാസനങ്ങൾ അത് വെച്ചു. ഒന്ന് ബാബിലോണിലും 2ാമത്തെ സോറിലും. ആ സംഭവം വേണേൽ പിന്നീട് ഞാൻ ഒന്നുകൂടെ എടുക്കാം. അപ്പം ഇത് നിങ്ങൾ ഓർത്തോണം. സോറെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും, ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ കിഴക്ക് ഭാഗത്തും. എന്ന് പറഞ്ഞാൽ വരിഞ്ഞു കെട്ടി ഈ ജനത്തെ പിശാചിൻ്റെ പോരുകൾ കൊണ്ട് മുറുക്കുവാൻ 2 സിംഹാസനങ്ങൾ, പിശാചിൻ്റെ സിംഹാസനങ്ങൾ, വിഗ്രഹാരാധനയുടെ കേന്ദ്രങ്ങൾ ഇതിൻ്റെ ഇടത്തും വലത്തും വെച്ച് ഇസ്രയേലിൻ്റെ തൻ്റെ ജനത്തിൻ്റെ നടുക്ക്. അവിടെയാണ് ദൈവം തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലവും തൻ്റെ ജനമാകുന്ന ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെ സന്തതികളാകുന്ന ഇസ്രയേലും ഉള്ളത്. അപ്പോൾ ഇവിടെ 3 മൃഗങ്ങളുടെ സ്വഭാവം വന്നു. പക്ഷേ 4ാമതൊരു മൃഗം കൂടെ ഉണ്ടല്ലോ, ഘോരവും ഭയങ്കരവുമായ മൃഗം. ആ മൃഗത്തിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല. എന്താ പറയാഞ്ഞത്? കാരണം 4ാമത്തെ മൃഗം, ദാനിയേൽ കണ്ട 4ാമത്തെ ഘോരവും ഭയങ്കരവുമായ മൃഗം, ദാനിയേൽ 7:27, ആ മൃഗത്തിന് നോക്കിക്കൊണ്ടിരിക്കെ 10 കൊമ്പ് വന്നല്ലോ. അപ്പോൾ ആ മൃഗം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിൻ്റെ ബാക്കിയായത് ആ മൃഗമാകുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യത്തെ സാമ്രാജ്യം ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു. ആ ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ സെയിം ഏരിയ ആര് പിടിച്ചെടുത്തു? മേദ്യപർശ്യ പിടിച്ചെടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ആര് തന്നെയാ? സാമ്രാജ്യം മാറിയെന്നേ ഉള്ളൂ, ജനങ്ങൾ മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ അധികാര കേന്ദ്രങ്ങൾ, ഈ രാജ്യത്വമായിട്ട് വരുന്ന എല്ലാം എവിടുന്ന? ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആഖാക്യ വംശത്തിൽ നിന്ന്, അമോന്യ വംശത്തിൽ നിന്ന്, മോബാബ്യ വംശത്തിൽ നിന്നൊക്കെയാണ് ഈ വംശങ്ങൾ കയറി വരുന്നത്. കിഫ്തേരിൽ നിന്ന് ഫെലിസ്ത്യര്, ഇവരെല്ലാം കൂടി 10 ഫെഡറേഷൻ ചേർന്നൊരു കൂട്ടുകെട്ട, ജാതീയ കൂട്ടുകെട്ട. 83-ാം സംഘത്തിന് 1, 2, 3, 4 വാക്യങ്ങളിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ പ്രഭാവ കേന്ദ്രമാണ്, അവരുടെ വംശത്തിൽ അമാലേക്ക് വംശമാണ് ആഖാൻ എന്നുള്ളതും ഞാൻ നിങ്ങളോട് കാണിച്ചു തന്നിരുന്നു. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ, സ്റ്റാർട്ടിങ് എപ്പിസോഡുകളിലാണ് കിടക്കുന്നത്. യേശാവ് പോയി 2 ഹിത്യാസ്ത്രീകളെ വിവാഹം ചെയ്തു.
ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസനകാരണമായി. അവിടുന്നാണ് ഇതിൻ്റെ തുടക്കം മെയിനായിട്ട് വരുന്നത്. ആ വംശ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ബാബിലോണിയ സാമ്രാജ്യം, മേദ്യപർശ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, നാലാമത്തെ മൃഗമാകുന്ന ഘോരവും ഭയങ്കരമാകുന്ന റോമാ സാമ്രാജ്യം BC 30 മുതൽ AD 364 വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഭാവം നശിച്ചെങ്കിലും അവിടെ നിന്നും ഇത് രണ്ട് ഭാഗമായി പിരിഞ്ഞു. വെസ്റ്റേൺ റീജനും ഈസ്റ്റേൺ റീജനും. അത് റോമാ സാമ്രാജ്യം അന്ന് അങ്ങനെ ഭരണം നടത്തിയത്. അതിൽ നിന്നും രണ്ട് സഭകൾ ഇവിടെ ഉടലെടുത്തു. അതാണ് ആ ദാനിയേൽ പ്രവചനത്തിലെ നെബൂഖദ്നേസറെ കാണിച്ച ബിംബത്തിൻ്റെ രണ്ട് കാലിൽ കൂടി ഇവിടെ സ്ഥാപിതമായ രണ്ട് സഭകൾ. ആ സഭകളാണ്, ഒന്ന് റോമിൽ സ്ഥാപിക്കുന്നു, രണ്ട് അന്ത്യോക്യയിൽ സ്ഥാപിക്കുന്നു. ഈസ്റ്റേൺ ചർച്ച് ആൻഡ് വെസ്റ്റേൺ ചർച്ച്. അതിൻ്റെ പിക്ചറുകളും പടങ്ങളും ചാർട്ടുകളും ഞാൻ ഇട്ടുതരാം. അപ്പോൾ രണ്ട് സഭകൾ ഇവിടെ ആധിപത്യം എടുത്തു. ആ രണ്ട് സഭകൾക്ക് ലോകത്തിലുള്ള രാജ്യങ്ങളുടെ മേൽ അധികാരം കിട്ടി. ഏതാണ്ട് 110 ഏക്കറുള്ള വത്തിക്കാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് പോപ്പ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ പോപ്പ് വത്തിക്കാൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഇന്ത്യയിൽ വന്നാൽ പ്രസിഡന്റാണ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടത്. അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കൻ പ്രസിഡന്റാണ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടത്. എന്താണ് ഇതൊക്കെ ഇങ്ങനെ ആയത്? കാരണം ലോകത്തിലുള്ള സകല രാജ്യങ്ങളുടെ മേലും ഇവരുടെ ഒരു പ്രഭാവമുണ്ട്. ഇവിടെ ചക്രവർത്തിമായ അവരുടെ ആ പ്രഭാവം അടഞ്ഞു പോയെങ്കിലും, അല്ലെങ്കിൽ അത് ക്ഷയിച്ചു പോയെങ്കിലും, താണുപോയെങ്കിലും, അതിൽ നിന്നും രണ്ട് ലോകം ഇവിടെ ഉടലെടുത്തു. അതിലൊന്നാണ് ആത്മീയ ലോകം, രണ്ടാമതാണ് ലൗകിക ലോകം. അതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനോട് പീലാത്തോസ് ചോദിക്കുന്നു, നീ രാജാവാണോ? നീ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ 18-ാം അധ്യായം 33-ാം വാക്യം. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരമായി, നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. യേശുവിന് കാര്യം പിടികിട്ടി. യേശു പീലാത്തോസ് ചോദിച്ചു, പീലാത്തോസേ, നീ ഇത് സ്വയമായി പറയുന്നതാണോ? അല്ലല്ലോ, നിന്റെ ചക്രവർത്തി റോമിൽ നിന്ന് കത്ത് കൊടുത്ത് വിട്ടിട്ടല്ലയോ നീ ഇത് പറയുന്നത്? കണ്ടോ, എത്ര ക്ലിയർ ആയിട്ടാണ് യേശുവിൻ്റെ ചോദ്യം. നീ ഇത് സ്വയമായി പറയുന്നതാണോ? എനിക്കറിയാം പീലാത്തോസേ. എന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ്, 36-ാം വാക്യം, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവക പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞല്ലേ, ഞാൻ രാജാവാ, ഐ ആം എ കിങ്. നിനക്ക് മനസ്സിലാകത്തില്ല, ഞാൻ ഒരു രാജാവാണ്. പീലാത്തോസിനോട് പറയാണ്, നീ പറയുന്ന പോലെ നിന്റെ കൂട്ടൊരു നിന്റെ റോമൻ ചക്രവർത്തി തിബരിയാസ് കൈസർ പേടിച്ചതുപോലെ നിങ്ങൾ പേടിക്കാനുള്ളവരല്ല. എനിക്കിപ്പോൾ ഇവിടെ രാക്ഷരിക രാജ്യമില്ല, ബട്ട് ഞാനൊരു രാജാവാണ്. ഏത്? ദൈവരാജ്യത്തിൻ്റെ പ്രജകളുടെ രാജാവാണ് ഞാൻ, ആത്മീയ രാജാവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികരല്ല. അവരും ലൗകികരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ദൈവമക്കളെ, ഈ ലോകം നമുക്കുള്ളതല്ല. ഈ വേൾഡ്, അതാണ് ഈ ലോകം അവൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ള വാക്യം ഇന്നലെ ഞാൻ തന്നിരുന്നു. അപ്പൊ ഈ ലോകം അവൻ്റെ അധീനതയിലാണ്. ഏത്? ഈ ലൗകിക ലോകം. അതേസമയം ആത്മീയ ലോകത്തിന്റെ രാജാവായിട്ട് യേശു ഇവിടെ ഉണ്ട്. ഇത് വേറൊരു സബ്ജക്റ്റാണ്. അപ്പൊ യേശു നമ്മളെക്കുറിച്ച് പിതാവാൻ ദൈവത്തോട് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്, അവരിൽ ലൗകികരല്ല. അവിടെ രണ്ട് ലോകമുണ്ട്. ഒന്ന് ലൗകിക ലോകവും ഒന്ന് ആത്മീക ലോകവും. ഇത് രണ്ട് നമ്മൾ ഗ്രഹിക്കുന്നില്ല. ഈ മൃഗം 3 മൃഗമായി കാണിക്കുന്നു. പുള്ളിപ്പുലി, അതിൻ്റെ കാല് കരടിയുടെ കാല്, അതിൻ്റെ വായ സിംഹം പോലെ. 4-ാമത്തെ മൃഗം ദാനിയേൽ 7-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്ന ഘോരവും ഭയങ്കരവുമായ മൃഗത്തിൻ്റെ ബേസിൽ നിന്നാണ്, അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ബേസിൽ നിന്നാണ് ഈ
ഈ മൃഗം കയറി വരുന്നത്. ഈ മൃഗത്തിനാണ് 10 കൊമ്പ്. അവിടുത്തെ അതിൻ്റെ അധീനതയിലുള്ള 10 രാജ്യങ്ങളാണ് ഒരു ഫെഡറൽ ഗ്രൂപ്പായി കൂടി വന്ന് അവരാണ് UN ഒക്കെ സഹായത്തോടു കൂടി ഇസ്രയേലും ഈ രാജ്യങ്ങളുമായിട്ടുള്ള രമ്യതയ്ക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി ഒരാളെ കൊണ്ടുവരുന്നു. അതായിരിക്കും ആന്റി ക്രൈസ്റ്റ്. ബാബിലോണിയ സാമ്രാജ്യം സെയിം ഏരിയയിലായിരുന്നു. മേദ്യപർശ്യ സാമ്രാജ്യം അവരെ പരാജയപ്പെടുത്തി ആ സെയിം ഏരിയ പിടിച്ചെടുക്കുന്നു. സെയിം എന്ന് പറഞ്ഞാൽ ഏകദേശം. അത് കഴിഞ്ഞിട്ട് അലക്സാണ്ടർ വന്ന് അതേ ഏരിയ ഇന്ത്യ വരെ കവർ ചെയ്ത് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം 4ാമത്തെ സാമ്രാജ്യം വരുന്നു, റോമാ സാമ്രാജ്യം. ആ സാമ്രാജ്യം BC 30 മുതൽ AD 334 വരെ ഇതേ ഏരിയ അവർ ഭരിക്കുക. ഇതേ ഏരിയയും കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും അവർ ഭരിക്കുക. അപ്പോൾ ഇതേ ഏരിയയ്ക്കകത്തുള്ള 10 രാജ്യങ്ങളിൽ നിന്നാണ് ആന്റി ക്രൈസ്റ്റ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ശരീരം പുള്ളിപ്പുലിക്ക് ഒത്തതായിരുന്നു. ഇതിൻ്റെ കാല് കരടിയുടെ കാലായിരുന്നു. ഇതിൻ്റെ വായ് സിംഹത്തിൻ്റെ വായായിരുന്നു. 4, ഇത് ഘോരവും ഭയങ്കരം. കാരണം ദൂഷണ നാമം ഇതിൻ്റെ തലയിലുണ്ട്. 10 കൊമ്പ് 10 രാജ്യമെന്ന് നമുക്കറിയാം. അതിൽ 3 ആന്റി ക്രൈസ്റ്റ് വരുമ്പോൾ വീണു പോകുന്നു. പിന്നെ അത് 7 മാറുന്നു. അതിൻ്റെ മേളിൽ ആന്റി ക്രൈസ്റ്റ് ഉണ്ട്, അതാണ് 8. അത് നമുക്ക് 17-ാം അധ്യായത്തിൽ പഠിക്കാം. 10 രാജമുടി ഉണ്ടെന്നുള്ള ഭാഗമുണ്ട്. എന്താണ് രാജമുടി? കാരണം ദാനിയേൽ ഈ ദർശനം കാണുമ്പോൾ അവിടെ രാജമുടി പറയുന്നില്ല. അതേസമയം പത്മോസിൽ യോഹന്നാൻ കാണുമ്പോൾ രാജമുടി പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം യോഹന്നാനെ കാണിക്കുകയാണ്. കാരണം ഇത് ലാസ്റ്റ് കൃപാകാലമാണ്, അന്ത്യകാലത്തെത്തി, കാലം ഇനി ഇല്ല. മനുഷ്യ ജന്മത്തിന് ഇവിടെ ഒരു രക്ഷയ്ക്കുള്ള 1000 ആണ്ട് വാഴ്ചയുണ്ട്. അത് കഴിയുമ്പം പിന്നെ നിത്യയുഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഈ രക്ഷയ്ക്കുള്ള ലാസ്റ്റ് കാലഘട്ടമാണിത്. അവിടെ അധികാരത്തോട് വരുന്ന രാജ്യങ്ങളെ യോഹന്നാന് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇവിടെ അധികാരമുള്ള രാജമുടി കാണിക്കുന്നത്. ഇനിയും തലയിൽ ദൂഷണനാമമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപവാദി. അതാണ് ആന്റി ക്രൈസ്റ്റ്. അതിനെക്കുറിച്ച് ഇവൻ്റെ പരിപാടി ദൂഷണനാമം. ഇവനൊരു നല്ല പേരില്ല, കള്ളത്തിൻ്റെ അപ്പനാണ് ഇവൻ. ഇവന് വഞ്ചനയുടെ ബിലെയാമൊക്കെ ഇവൻ്റെ ആത്മാവിൽ നിന്നോരാ, വഞ്ചനയുടെ ഉപദേശം പറഞ്ഞോരാ. ഇന്ന് അങ്ങനെയുള്ള അനേകര് ദൈവസഭയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഓക്കെ. 2, ഇതിൻ്റെ ഉടല് കണ്ടാൽ ഭയങ്കര സുന്ദരമാണ്. പുള്ളിപ്പുലിയുടെ ഉടല്. നമ്മുടെ ഈ വനത്തിലൊക്കെ പോകുമ്പോഴും എനിക്ക് വനത്തിലൊക്കെ പോകുന്ന ഇഷ്ടമാണ്. ഞാൻ പോയിട്ടുമുണ്ട്, പല വനങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ പുള്ളിപ്പുലിയെ കണ്ടിട്ടില്ല, എന്നാലും ആന, ബാക്കി എല്ലാ മൃഗങ്ങളെയും കണ്ടിട്ടുണ്ട്, കരടി വരെ കണ്ടിട്ടുണ്ട്. ഈ പുള്ളിപ്പുലിയാണ് മൃഗങ്ങളിൽ സുന്ദരക്കുട്ടൻ. അദ്ദേഹത്തെല്ലാം പുള്ളിയും വരയും നല്ലൊരു രസമാണ് അവനെ കാണാൻ. പക്ഷെ എന്ന് വെച്ചാൽ ഇവൻ്റെ വരവ്, ഈ ആന്റി ക്രൈസ്റ്റിൻ്റെ വരവ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മനുഷ്യന് തോന്നും. എന്നാൽ ഇവൻ്റെ കാല് കരടിയതേതാ. ഈ കരടിയുടെ കാലിന് എന്താ പ്രത്യേകത? കരടി എപ്പോഴും ഇര പിടിക്കാൻ നടക്കുമ്പോൾ അത് ശീഘ്രം പുള്ളിപ്പുലിയെ പോലെ അല്ല ഓടുന്നത്. അതിങ്ങനെ പമ്മി 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 ശബ്ദമുണ്ടാക്കാതെ പൂച്ച കാല് വെച്ച് വരുമല്ലോ, അങ്ങനെ കാല് വെച്ച് വന്നിട്ട് അടുത്ത് വരുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടും. ഞങ്ങളുടെ ഒരു പാസ്റ്ററെ മധ്യപ്രദേശിൽ പിടിക്കാൻ ഓടിച്ചതാണ്, അദ്ദേഹം രക്ഷപ്പെട്ടു. അതാണ് കരടി. 3ാമത്തേതാണ് സിംഹം. ഇതിൻ്റെ സിംഹമാണ്. ഈ സിംഹം എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര അലർച്ചയായി. ഇതിന് ഭയങ്കര ശബ്ദത്തിൽ അലറും, കാട് കിടിലം കൊള്ളും. അതുകൊണ്ടാണ് സിംഹം വനത്തിൻ്റെ അല്ലെങ്കിൽ കാടിൻ്റെ രാജാവെന്ന് നമ്മൾ പറയുന്നത്. സിംഹം പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദമുണ്ടാക്കും. നമുക്കറിയാം ഒരു സൈക്കോളജി ഉണ്ട്. യുദ്ധത്തിലും ക്രിക്കറ്റിലെ കളിയിലൊക്കെ ഉണ്ട്. ഞാൻ ക്രിക്കറ്റ് കളിയൊന്നും ഇപ്പോൾ കാണാറില്ല, എങ്കിലും നമ്മൾ പേപ്പറിലും TV-ലും ഒക്കെ കാണും. ഈ ബൗളേഴ്സൊക്കെ വന്നിട്ട് പണ്ട് സച്ചിനൊക്കെ കളിക്കുമ്പോൾ ബൗളേഴ്സൊക്കെ വന്നിട്ട് പറയും, ഞാൻ സച്ചിനെ ഒറ്റയേറിന് വീഴ്ത്തും. ഏതാ കളി നാളെയോ മറ്റന്നാളോ ആയിരിക്കും. അപ്പോൾ ഇവരെ വന്നിട്ട് ഒറ്റയേറിന് വീഴും. ഇത് സൈക്കോളജിക്കൽ വാറാ. എന്തിനാ? സച്ചിൻ പോലെയുള്ള ബാറ്റ്സ്മാനെ ഡിപ്രഷനിലാക്കണം, അങ്ങനെ പരാജയപ്പെടണം. അതുപോലെ യുദ്ധത്തിൽ ഞങ്ങളിപ്പോൾ അടിച്ചു തകർത്ത് കളയും. ഇപ്പം ട്രംപ് തന്നെ ഇപ്പോൾ എന്തെല്ലാം പറയുന്നത്, അടിച്ചു പൊളിക്കും, നിന്നെ ഒറ്റ മണിക്കൂർ കൊണ്ട് ഞാൻ ഇല്ലാതാക്കും. എന്തിനാണ്? ഇവരുടെ ശക്തി ക്ഷയിക്കണം, ഇവരുടെ മനോവീര്യം കെട്ടണം. ഈ സൈക്കോളജിക്കൽ വാർ ഒരു വലിയ വാർ തന്നെയാണ്.
അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളാണ്. സൈക്കോളജിക്കലി ചില സമയം പ്രോബ്ലം ഉണ്ടായി നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആള് ഭയങ്കര വാചകങ്ങൾ അടിക്കും. അത്രയൊന്നും പ്രാവർത്തികമാകത്തില്ല. ചുമ്മാ അതങ്ങ് അലറി വിളിക്കുന്ന പോലെ ഇവൻ പ്രഖ്യാപിച്ചു കളയും. കാരണം ഇവൻ 10 രാജ്യത്തു നിന്നാണ് വരുന്നത്. UN ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു, ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ടുണ്ട്. കൂടാതെ ഇനിയും വരാൻ പോകുന്ന ഒരു മൃഗമുണ്ട്, കള്ളപ്രവാചകൻ എന്ന് പറയുന്ന, അവരുടെ സപ്പോർട്ടോട് ഇവിടെ കിട്ടുന്നു. ലോകത്തിലെ മറ്റനേകം സംഘടനകളുടെ സപ്പോർട്ട് കിട്ടുന്നു. കാരണം ഇസ്രയേലിനെ വീഴിക്കാനുള്ളൊരു പരിപാടിയിട്ട് ഇവൻ വരുന്നത്. അത് ചിലർക്കൊക്കെ മനസ്സിലാകുന്നു. അങ്ങനെ ഇവൻ ഭയങ്കര വാചകങ്ങൾ അടിക്കും. അതാണ് സിംഹത്തിൻ്റെ വായെന്ന് കാണിക്കുന്നത്. എന്നാൽ ഇനിയും അതിൻ്റെ 2-ാം വാക്യം തൊട്ട് നമുക്ക് പഠിക്കണം. അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അവിടം തൊട്ടുള്ള സബ്ജക്റ്റ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. ദൈവം നമ്മളെ അതിനായി ബലപ്പെടുത്തട്ടെ. ആഴമായി ഈ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ നിങ്ങളുടെ ബുദ്ധിയെ ദൈവം തുറന്നു തന്ന് ആത്മീകമായി വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.